ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നുള്ളത് കൊയിലാണ്ടിയിലുള്ള കാപ്പാട് ബീച്ചിലാണ് കേട്ടോ. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചരിത്ര പ്രധാനമായ കടൽ തീരമാണ് കൊയിലാണ്ടിക്കടുത്തുള്ള കാപ്പാട് കടപ്പുറം. പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള വാണിജ്യ സംഘം 1498 ഇവിടെ എത്തി. വാസ്കോഡ ഗാമ ഇവിടെ കപ്പലിറങ്ങി എന്ന പേരിൽ ഈ തീരം പ്രസിദ്ധമായെങ്കിലും ഇവിടെ നിന്ന് ഏതാനും നാഴിക വടക്കോട്ട് മാറി പന്തലായനി കടപ്പുറത്താണ് ഇറങ്ങിയതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കടൽ തീരവും പാറക്കെട്ടുകളും കൊണ്ടും പ്രസിദ്ധമാണിപ്പോൾ. തദ്ദേശീയർക്കിടയിൽ ഈ സ്ഥലം കപ്പക്കടവ് എന്ന് അറിയപ്പെടുന്നു. 2020 പരിസ്ഥിതി സൗഹാർദ്ദ ബീച്ചുകൾക്ക് നൽകുന്ന രാജ്യാന്തര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റിന് രാജ്യത്തെ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ ഇവിടെ 1498 മെയ് 27 170 നാവികരും ഒത്ത് കപ്പലിറങ്ങി. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള നീണ്ടതും കോളിളക്കം നിറഞ്ഞതുമായ രാഷ്ട്രീയ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളും സമ്പത്തുമായിരുന്നു പുരാതന കാലം മുതൽ തന്നെ അറബികൾ, ഫിനീഷ്യക്കാർ, ഗ്രീഷുകാർ, റോമക്കാർ, പിൻകാലത്ത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ തുടങ്ങിയവരെ ഇങ്ങോട്ട് ആകർഷിച്ചത്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയതിന്റെ ഓർമ്മകളായി സമീപകാലത്തുണ്ടാക്കിയ ഒരു ചെറിയ സ്മാരകം ഇവിടെയുണ്ട്. വാസ്കോഡ ഗാമ ഇവിടെ കപ്പക്കടവിൽ 1498 കപ്പലിറങ്ങി എന്ന് ഈ സ്മാരകത്തിൽ എഴുതിയിരിക്കുന്നു. വാസ്കോഡ ഗാമയുടെ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് സമുദ്രമാർഗം നൽകി. ഇന്ത്യയിലെ 450 വർഷത്തോളം നീണ്ട യൂറോപ്യൻ അധിനിവേശത്തിനും ഇത് കാരണമായി. വാസ്കോഡ ഗാമ കപ്പലിറങ്ങുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ശക്തരായ സാമൂതിരിമാർ ആയിരുന്നു. മലബാർ എന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, കാലിക്കോ പട്ടുതോണികൾ എന്നിവയ്ക്ക് പ്രശസ്തമായിരുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാപ്പാട്. മലബാറിലെ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾ അവരുടെ സന്ദർശന പട്ടികയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി കാപ്പാടിനെ പരിഗണിക്കുന്നു. തദ്ദേശീയരും സമീപ പ്രദേശങ്ങളിലുള്ളവരും വൈകുന്നേരങ്ങളിൽ ഒരു വിശ്രമ കേന്ദ്രമായി കാപ്പാടിനെ കണക്കാക്കുന്നു. സഞ്ചാരികളെ ആകർഷിക്കാൻ തക്ക സുന്ദരവും വിസ്തൃതവുമായ കടൽ തീരം കൊണ്ട് അനുഗ്രഹീതമാണ് കാപ്പാട്. വാസ്കോഡ ഗാമയുടെ സ്മരണാർത്ഥം ബീച്ചിന്റെ വടക്കേ അറ്റത്ത് കാപ്പാട് ബസാറിലേക്കുള്ള ജംഗ്ഷനിൽ ഒരു സ്മാരക സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മ്യൂസിയവും സാംസ്കാരിക നിലയവും സ്ഥാപിക്കുമെന്ന് ടൂറിസം വകുപ്പ് ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. കാപ്പാട് ബീച്ചിന്റെ വടക്ക് ഭാഗത്ത് പാറക്കെട്ടുകളും അതിനോട് ചേർന്നുള്ള ശ്രീകുറുമ്പ ക്ഷേത്രവും സന്ദർശകർക്ക് അതീവ ഹൃദ്യമായ കാഴ്ചയാണ്. ഊറുപൊട്ടുംകാവ് എന്നറിയപ്പെടുന്ന ഈ പുരാതന ക്ഷേത്രം തദ്ദേശീയരായ മുഗയ്യന്മാരുടെ പ്രധാന ആരാധനാ കേന്ദ്രമാണ്. തെക്കുഭാഗത്ത് കാറ്റാടി മരങ്ങൾ നിറഞ്ഞ കടൽ തീരം വിനോദസഞ്ചാരികൾക്ക് കടൽക്കാറ്റേറ്റ് വിശ്രമിക്കാനുള്ള സൗകര്യം നൽകുന്നു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പണി കഴിപ്പിച്ച ഒരു റിസോർട്ട് ബീച്ചിന്റെ തെക്കുവശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചേരമൺ റിസോർട്ട് എന്ന സ്വകാര്യ റിസോർട്ടും പണി പൂർത്തിയായി വരുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ ഈ ബീച്ചിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിനായി താൽക്കാലിക പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാപ്പാട് ബീച്ചിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെ കുറിച്ചിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.